ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം സോഷ്യൽ സയൻസ് പാർട്ട് 1-ലെ 3-ാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. തേർഡ് ചാപ്റ്റർ തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഡിസ്കഷനിലോട്ട് പോകാം. തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കൃത്യമായിട്ട് പാരൻസ് പറയുന്ന ഡ്യൂട്ടി ചെയ്തിട്ട് ആ കുട്ടികൾക്ക് പാരൻസ് ചെറിയ സമ്മാനമൊക്കെ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവുമാണ് ലഭിക്കുന്നത്. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നു. അങ്ങനെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ വരുമാനം എന്താണെന്ന് പറഞ്ഞു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണത്തിനെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത്. ഈ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല സാമ്പത്തിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നത്. ഇപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കവിത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുണ്ട്. NV കൃഷ്ണവാര്യരുടെ പഠിപ്പ് തീർന്നാൽ എന്നുള്ള കവിതയാണ്. അപ്പോൾ ഈ കവിതയുടെ പേരും റൈറ്ററുടെ പേരും ഒന്ന് നോക്കുക. NV കൃഷ്ണവാര്യർ, പഠിപ്പ് തീർന്നാൽ. ഇനി എന്താണ് തൊഴിൽ എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. വരുമാനം എന്താണെന്ന് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു. അപ്പോൾ വരുമാനത്തിനായിട്ട് ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലെന്ന് പറഞ്ഞാൽ വരുമാനത്തിന് വേണ്ടി ഒരാൾ എന്ത് ചെയ്യുന്നു? കായികമായിട്ടോ ബൗദ്ധികമായിട്ടോ ചെയ്യുന്ന പ്രവർത്തനം. ഒരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രതിഫലം കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ആണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളൊരു തൊഴിലെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ്? കൂലിയായിട്ട് അല്ലെങ്കിൽ ശമ്പളമായിട്ടാണ് ലഭിക്കുന്നത്. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. അപ്പോൾ നമുക്ക് ജീവിക്കാൻ തൊഴിൽ വേണമെന്ന് പറയുമ്പോൾ എന്തിനാണ്? നമുക്ക് വരുമാനം കിട്ടുന്നത് തൊഴിൽ ചെയ്തിട്ടാണ്. വരുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉള്ള പണം ലഭിക്കുകയുള്ളൂ. ഈ കൂലിയും ശമ്പളവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. അത് മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി കൊടുക്കുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. ഒരു കൽപ്പണിക്കാരൻ അല്ലേ, അവിടെ കൽപ്പണിക്കാരന് ചെയ്യുന്ന തൊഴിലിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് കൂലിയാണ് അല്ലേ, കൂലിയായിട്ടാണ് കിട്ടുന്നത്. അതേസമയം ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന തൊഴിലിൻ്റെ പ്രതിഫലം ഒരുമിച്ചാക്കി കിട്ടുന്നുണ്ട്. അത് ശമ്പളമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂലി എന്താണ്, ശമ്പളം എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ, ഇതിൽ നിന്നൊക്കെയാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അങ്ങനെ പല ടൈപ്പ് വരുമാന സ്രോതസ്സുകളുണ്ട്. ആസ്തികളെന്ന് പറഞ്ഞാൽ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. അത് കെട്ടിടങ്ങളാകാം, വസ്തുവകകളാകാം. അപ്പോൾ ആസ്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കെട്ടിടങ്ങളും മറ്റു വസ്തുവകകളും. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന വരുമാന സ്രോതസ്സുകളെക്കുറിച്ചാണ് പറയുന്നത്. വിവിധ തരം വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വിവിധ തരം വരുമാന സ്രോതസ്സുകളും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമാണ്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോവിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ കൃഷിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വിളയാണ്. വിളയുടെ രൂപത്തിലാണ് കിട്ടുന്നത്. തൊഴിൽ ചെയ്താൽ വരുമാനം എങ്ങനെയാണ്? കൂലിയായിട്ട് അല്ലെങ്കിൽ ശമ്പളമായിട്ടാണ് കിട്ടുന്നത്. ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലാഭമാണ് കിട്ടുന്നത്.
ബാങ്ക് നിക്ഷേപം വഴി പലിശ കിട്ടും. ആ പലിശയാണ് വരുമാനം. ആസ്തികളിൽ നിന്നും എന്താണ്? വാടക. കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? വാടക ഇനത്തിലെ വരുമാനമാണ്. അതുപോലെ പാട്ടത്തിന് കൊടുക്കാം. ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതമാണ് അവിടുത്തെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിയിൽ നിന്നും വിള, തൊഴിൽ ചെയ്താൽ കൂലിയായിട്ട് ശമ്പളമായിട്ടാണ് വരുമാനം, ബിസിനസ് ലാഭം, ബാങ്ക് നിക്ഷേപം പലിശ, ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ലാഭവിഹിതം. ഇത് ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി പറയുന്നത് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനത്തെയും കുറിച്ചാണ്. ഇപ്പോൾ വരുമാന സ്രോതസ്സുകൾ, വിവിധ തരം വരുമാന സ്രോതസ്സുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഇപ്പോൾ ഒരാൾക്ക് ഒരു വരുമാന സ്രോതസ്സ് മാത്രമായിരിക്കില്ല. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പോൾ അയാൾക്ക് 2 വരുമാന സ്രോതസ്സുണ്ട്. കൃഷിയുണ്ട്, ബാങ്ക് നിക്ഷേപവും ഉണ്ട്. ഇതുപോലെ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് എന്ത് വിളിക്കുന്നത്? വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്നായി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഇത്തരത്തിലൊരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഇപ്പോൾ വ്യക്തിഗത വരുമാനമുണ്ട്, കുടുംബ വരുമാനം. വ്യക്തിഗത വരുമാനം പല വരുമാന സ്രോതസ്സുകളിൽ നിന്നും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? വരുമാനം നേടാവുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണെന്ത്? വ്യക്തിഗത വരുമാനം. അത് കുടുംബമാകുന്ന സമയത്ത് കുടുംബ വരുമാനം. ഇനി നമുക്ക് തൊഴിലിനെ 2ആയി തിരിക്കാം. കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ. അപ്പോൾ തൊഴിലുകൾ 2 ടൈപ്പ്: കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ. കാർഷിക തൊഴിലുകൾ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ 2022-23 വർഷത്തെ ഇക്കണോമിക് റിവ്യൂ പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. ഇപ്പോൾ കാർഷിക തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായിട്ട് കൃഷി ചെയ്യുന്നത്, കന്നുകാലി വളർത്തുന്നത്, മത്സ്യകൃഷി, ഇതൊക്കെ എന്താണ്? കാർഷിക തൊഴിലുകളാണ്. കാർഷികേതര തൊഴിലുകൾ, കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും ഏതിലാണ് വരുന്നത്? കാർഷികേതര തൊഴിലായിട്ട് പരിഗണിക്കാം. ഇപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ കാർഷിക തൊഴിലായി പറഞ്ഞതിൽ നിന്നും പെടാത്ത സാധനങ്ങളെല്ലാം വരുന്നത് കാർഷികേതര തൊഴിലുകളാണ്. വ്യവസായങ്ങളും അതുപോലെ നമ്മുടെ സേവന മേഖല, ഇതൊക്കെ വരുന്നത് കാർഷികേതര തൊഴിലുകളിലാണ്. ഇനി പറയുന്നത് സ്വയം തൊഴിലിനെ കുറിച്ചാണ്. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേസമയം ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നുണ്ട്.
സ്വയം തൊഴിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാര കടകളൊക്കെ തുടങ്ങാറുണ്ട്. ഇതൊക്കെ എന്താണ്? സ്വയം തൊഴിലിന് എക്സാമ്പിളാണ്. അപ്പോൾ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ മറ്റാരുടെയും കീഴിലല്ലാതെ നമ്മൾ സ്വയം ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതികളുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ചില സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ചാണ് അവസാനമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ ചില സ്വയം തൊഴിൽ പദ്ധതികളാണ് നവജീവൻ പദ്ധതി. ഈ നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മുതിർന്ന പൗരരാണ്. അപ്പം മുതിർന്ന പൗരർക്കായിട്ട് നടത്തുന്ന ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. അതുപോലെ ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യം. അതുപോലെ വനിതകൾക്ക് വേണ്ടിയിട്ടാണ് ശരണ്യ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നവജീവൻ പദ്ധതി മുതിർന്ന പൗരർക്കാണ്. കൈവല്യ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ശരണ്യ വനിതകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വരുമാന സ്രോതസ്സുകളെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതുപോലെ സ്വയം തൊഴിൽ പദ്ധതികൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്